ഈ വീടൊരു കൊട്ടാരം തന്നെയാണേ. ഭഗവാനെ രക്ഷിക്കണേ. വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗിൽ എത്താൻ വെക്കോ. 50 രൂപ. ഞാനൊരു SI ആണ്. SI KP അടിയോടി. ഞങ്ങൾ പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് പണം വേണം. ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക്. തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ. ഓടെ ഇവിടുത്തെ ആളുകൾക്ക് പോലീസിന് പേടിയില്ലാൻ തോന്നണടി. ചാന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിനു നമ്മൾ തയ്യാറാവണം. പിള്ളേരുടെ പേരൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു. ഒന്ന് പറഞ്ഞേ. മീര, മായ, മനു, മഞ്ജു. ഇനി കണ്ണൊന്ന് ചോപ്പിച്ച്. നമ്മൾ മരിച്ച വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ? തോന്നു ചുമന്നുണ്ട്. എന്നെ നോക്കിയേ. ആ കണ്ണി വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ? വരത്തില്ല. ചെല്ലു മുളക് പിടിച്ചേ, ഇപ്പൊ വരാം. എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ SI KP അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ അച്ഛനും അമ്മയും പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ. ഈ വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കി കണ്ടു നോക്കി. ശാന്ത മറ്റു കൊടുത്തു. അടിച്ച് കന്യാൻ പൊട്ടിക്കും. പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം. ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയോ? ചാന്തേ ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ. ആ വിട്ടത്തി കൊണ്ട് എടുക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ? ശ്രീദേവിയുടെ ചേട്ടനാ ഇത്, സ്വന്തം ചേട്ടൻ. ഇതൊക്കെ ഇവിടുത്തെ വേലക്കാരൻ മറ്റുമായിരിക്കും. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? KP അടിയോടി, SI സബ് ഇൻസ്പെക്ടർ. പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം? അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത്. നിങ്ങൾ അമ്മാവനാണ്, ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ്. എന്നാലും ഞാൻ പറയണം, പിടിച്ചൊന്ന് പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ അയാളൊരു SI അല്ലേ. ഈ കാക്കി വേഷത്തിനൊരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഇതൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കയറി വരുന്നു? ഒരമ്മാവൻ. എന്തമ്മാവൻ? ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. മോഹൻ സാറിനും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാരവെച്ച വിദ്വാനാണ് അത്ര ഇദ്ദേഹം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. വരാൻ മോഹൻ സാർ സമ്മതിച്ചില്ല. ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട. മനു, നീ എടുത്തു ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട. ഐ വോണ്ട് അലോ ദം ടച്ച് മീ ബട്ട് ഡോണ്ട് ബി അരഗന്റ് മനു. കെട്ടിപ്പിടിക്കാൻ വന്നാ ഞാൻ ഇടിക്കും. പ്ലീസ് മനു. എല്ലാരും എന്റെ പിന്നാലെ പോന്നാ മതി. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ അനാഥരാക്കിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ. പക്ഷെ ഇനി നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ. രണ്ടാളും. ആ കുട്ടികളെ ഡ്രസ് ചീത്തയാവും. അതുകൊണ്ടാ. ഏത് ഡ്രസ്സിനേക്കാളും വലുതാണോ രക്തബന്ധം? അങ്കിൾ എപ്പോ വന്നു? ഓ ചാന്തേ, ആ സ്നേഹം കണ്ടു. അധികം നേരം ആയിട്ടില്ല മോളെ. മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ. പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ. ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ. ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ. എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞുപോയി. അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട, ഒന്നും വേണ്ട. ഞാനൊരു SI യാ. ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും ഓട്ടെ മക്കളെ. എന്നാ പൊന്നുസ്റ്റേട്ടാ, രണ്ടാളും കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ ഞാൻ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടെടുത്ത് ശാന്തേ. തീർന്നില്ലേ? ആദ്യം വാതിലൊന്ന് പണ്ടാറടക്കി. എല്ലാം തീർന്നില്ലേ? പെട്ടി എടുത്തോ, നമുക്ക് പോകാം.
ഇല്ലാത്ത കാശ് മുടക്കി ബസ്സും കാറും പിടിച്ച് ഓടി വന്നതാ. ഞാൻ ഇങ്ങനെ പോവാ. ഇത്ര പെട്ടെന്ന് പോകാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യ ഓടിച്ചാടി ഇങ്ങോട്ട് പോകുന്നത്? പോട്ടെ എന്ന് ചോദിച്ചപ്പോ ആ നരകം പോണ്ടാന്ന് പറയുന്നല്ലേ ഞാൻ വിചാരിച്ചത്. രക്തബന്ധം എന്ന ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഛേ, പോലീസുകാരനാണെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് അങ്ങ് വിവരമില്ലാതായി പോവോ? മോളെ, മോക്ക് വല്ലാതെ വിഷമായി കാണൂല്ലേ? എന്തിന്? അമ്മാവൻ പോലീസാണല്ലോ, SI. അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ. പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് അങ്ങേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത്, അവരോട് ദേഷ്യം കാണിക്കരുത്, പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു. മോള് തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ. പറക്കമുറ്റാത്ത നിങ്ങൾ 4 എണ്ണത്തിനെ പെരുവഴി കളഞ്ഞേച്ച് പോവാന്ന് പറഞ്ഞ നോക്ക്, മനസാക്ഷി ഉള്ളവർക്ക് പറ്റുവോ? ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന്. എനിക്കിങ്ങോട്ട് പെരുവരലിന് ദേഷ്യം ഇരച്ചു കയറി. ഈ കേരള മഹാരാജ്യത്ത് വേറെ SI-മാരില്ലേ? ഉത്തരവാദിത്തങ്ങൾ അവര് നോക്കട്ടെ. ശോ, എന്റെ ദൈവമേ, ഒടുവി പറഞ്ഞ് ലീവ് എടുക്കാവെന്ന് സമ്മതിച്ചു. കണ്ടോ ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മുഖത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ? പച്ച പാവം. മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി, ഈ വീടിന്റെ നിങ്ങളുടെയും കാര്യം ഞങ്ങൾ ഏറ്റു. ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ പെട്ടുപോയതാ എന്റെ ബാഡ് ലക്ക്. എനിക്ക് വേണ്ട, അമ്മാവനും വേണ്ട, അമ്മായിയും വേണ്ട. അൺകൾച്ചേർഡ് ഈവിൾ സ്പിരിറ്റ്സ്. മനു, ഷട്ട് യുവർ മൗത്ത്. നോ, ഐ വിൽ കിക്ക് ദം ഔട്ട്. ഓ, ഞാൻ ആലോചിക്കുക, ഇവിടെ ഇപ്പൊ കരുണാകരമേനോൻ വേണ്ടിയിരുന്നു. ഒരെണ്ണ അങ്ങേരെ മുമ്പിൽ നിൽക്കുമായിരുന്നോ? ഏത് മേനോൻ? മോളെ, ഞാൻ പറയാറില്ലേ, പട്ടാളത്തിൽ വെച്ച് കാണാതെ നിങ്ങളുടെ മുത്തച്ഛനെ പറ്റി. കരുണാകരമേനോൻ പുലി ആയിരുന്നില്ലേ? പുലി. ഇപ്പൊ അവിടെ ഇല്ലാത്ത പുലികളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനും പുലി തന്നെയാ. നിങ്ങളാരും തടയാതിരുന്നാ മതി. കരുണാകരമേനോൻ വെറും പുലി ആയിരുന്നില്ല. പിന്നെ കഴുതപ്പുലിയായിരുന്നോ? എന്റെ മാതാവേ, മുത്തച്ഛനെ പറ്റി അങ്ങനൊന്നും പറയാൻ പാടില്ല മോനെ, ദൈവകോപം ഉണ്ടാവും. ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ? അത് ഇന്നും ആർക്കും അറിയാൻ മേല. ഏതോ ഒരു യുദ്ധം നടക്കണ കാലത്താ കാണാതെയായത്. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ. ഞാൻ ഇപ്പോഴും ഓർക്കുക, ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു അങ്ങേര്. ക്ലാരയുടെ അപ്പച്ചനും മേനോനും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും പോയില്ലേ? അയ്യേ, കരയുന്നോ? ഈ കുഞ്ഞമ്മ എപ്പോഴും ഇങ്ങനെ മുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും, പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെത്തും, പിന്നെ കരയാനും. പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേഗാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരിയും ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങ് തീർക്കാൻ? അയ്യോ, അതാ ഫ്രൈഡ് റൈസ്. എന്താ ഫ്രൈഡ് റൈസ്? എന്തു കുന്തോ. ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ SI എടുത്ത് മുഖത്തോട്ടൊരു ഒറ്റ ഏററിഞ്ഞേനെ. പാവം പിള്ളേര്. ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ആ, ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. എന്നാ ഇനി അത് നടപ്പില്ല കേട്ടോ. പെണ്ണും പിള്ളേക്ക് എന്താ വേണ്ടത്? പെണ്ണും പിള്ളയോ? ഞാൻ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? പിള്ളേരുടെ സ്വന്തം അമ്മായിയാ. എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത്? വേണ്ടത് വേണ്ടപ്പ പറയും. പപ്പൻ ചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയറ് പുഴുക്കും നിർബന്ധ. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 2 ആൾക്കും കോഴി ബിരിയാണി വേണം. അതിന്റെ കൂടെ നാരങ്ങ അച്ചാറ്, ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത്, ചമ്മന്തി, പപ്പടം. എടി ക്ലാരേ, എന്താ അമ്മച്ചി? നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം. എന്ത് വിഷമം? നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ പോണ്ടി വരും മോളെ. സർ, അനന്തം വക്കീൽ ഇന്ന് കോടതിയിൽ വന്നിട്ടുണ്ടോ? എന്തിനാ? ഒന്ന് കാണാനാ. വല്ല വക്കാലത്തും കൊടുക്കാനാ? കാണാൻ എന്താ വഴി? ചെല്ല്, അവിടെ ഉണ്ട്. കോടതി മുടിക്കിടന്ന് വയറക്കുന്ന കണ്ടു. സർ, എങ്ങനെ സർ, അനന്തം വക്കീലിന് കേസൊക്കെ ഉണ്ടോ? താൻ എവിടെ നിന്ന് വരിക? ഞാൻ ബോംബെയിലെ കാലത്ത് വന്നതാണ്. ബോംബെന്ന് ഇവിടം വരെ താൻ അനന്തം വക്കീലിന് വക്കാലത്ത് കൊടുക്കാൻ വന്നതല്ലേ? താൻ ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും മനുഷ്യത്വത്തിന്റെ പേര് പറയുക. അയാൾക്ക് വക്കാലത്ത് കൊടുത്ത താൻ കുടുങ്ങും, വാദി പ്രതിയാകും. അനന്തം വക്കീലിന്റെ പേര് ആര് പറഞ്ഞു തന്നത് എനിക്ക്? ഞാൻ അനന്തം വക്കീലിന്റെ മകനാണ്. താൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടൂ. തന്റെ പിടിപ്പീടുണ്ടല്ലേ എന്റെ അനിയൻ ഈ ഗതിയിലായത്.
തങ്കപ്പ ഒന്ന് പതുക്കെ പറ, ഞാൻ ഒരു വക്കീല. താൻ എവിടുത്തെ വക്കീലാടോ? മൂന്നാം സാക്ഷിക്കും നാലാം സാക്ഷിക്കും പ്രതിയോടുള്ള വ്യക്തിവൈരാഗ്യം തെളിയിക്കാനുള്ള മുഴുവൻ സംഭവം തനിക്ക് ഞാൻ ഓതി തന്നല്ലേ? അതിലൊരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞോളൂ. അതുകൊണ്ടല്ലേ അവൻ ഈ ഗതി വന്നത്. തങ്കപ്പ, നമ്മൾ വിചാരിച്ച പോലല്ല, സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേടോ? IPC 244 പ്രകാരം. താൻ മിണ്ടി പോരുത്. തന്റെ IPC ഞാൻ കുറെ കേട്ടതാ. ഒടുക്കവന് പോലീസ് കൊണ്ടുപോയി. താൻ നശിച്ചു പോകത്തല്ലോ. തന്റെ ഓഫീസിന് മുമ്പിലേ ഞാൻ സത്യാഗ്രഹമായിരിക്കും. നോക്കിക്കോ. ആ, നീ വന്നോ? ഞാൻ ടെലഗ്രാം അയച്ചിട്ട് എത്ര ദിവസമായി ദിനകര? ടെലഗ്രാം അയക്കുമ്പോ അതിന്റെ കൂടെ വണ്ടിക്കൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു. ബോംബെയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത്. അപ്പൊ നിനക്ക് അവിടെ ജോലിയൊന്നും ഇല്ലായിരുന്നോ? ഞാനവിടെ ബോംബെ കളക്ടറായിരുന്നു. എന്തിനാ ഇപ്പൊ എന്നെ കമ്പിയടിച്ച് വരുത്തിയത്? പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു. ജയിച്ചവൻ കയ്യാമം വെച്ച് പോലീസ് ജീപ്പ് കയറി പോകുന്നത് ഞാൻ കണ്ടു. എന്നെ വിളിപ്പിച്ച കാര്യം പറ. ആ, നീ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. നമുക്ക് സ്വൈര്യമായി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. വാ. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചിട്ടി കമ്പനിയും ഫൈനാൻസിങ്ങും തുടങ്ങി.